ഫോട്ടോഷോപ്പിൽ സെലക്ഷൻ ടൂളുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഓപ്ഷനാണ് ആൻറ്റി ആലിയാസ് എന്ന് പറയുന്നത്. ആൻറ്റി ആലിയാസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സെലക്ഷൻ എഡ്ജസ് ക്രിസ്പി ആയിട്ടും ഫെയ്ഡഡ് ആയിട്ടും സഹായിക്കുന്ന ഒരു സംവിധാനമാണ് ആൻറ്റി ആലിയാസ്. ആൻറ്റി ആലിയാസ് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കർവ്ഡ് ആയി വരുന്ന സെലക്ഷനുകൾക്ക് അവയുടെ എഡ്ജിൽ വരുന്ന പിക്സലുകളെ ഹാഫായിട്ട് കട്ട് ചെയ്ത് പോകുന്നതിലൂടെ നമുക്ക് ഒരു സ്മൂത്ത് കർവിങ് സാധ്യമായി കിട്ടുന്ന അല്ലെങ്കിൽ സെലക്ഷൻ സാധ്യമായി കിട്ടുന്ന ഒരു സംവിധാനമാണ് ആൻറ്റി ആലിയാസ്. ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നോക്കാം. ഇവിടെ റെക്ടാങ്കിൾ ഷേപ്പിലുള്ള ടൂളുകൾക്ക്, അതായത് ഇപ്പോൾ റെക്ടാങ്കിൾ സെലക്ഷൻ ആണെങ്കിൽ അതിന് ആൻറ്റി ആലിയാസ് വർക്ക് ചെയ്യുന്നില്ല. കാരണം അതിന് കർവി ആയിട്ടുള്ള എഡ്ജുകൾ ഇല്ല. റെക്ടാങ്കിളിൽ ലൈൻ ആയിട്ടുള്ള ലീനിയർ ആയിട്ടുള്ള എഡ്ജുകളേ ഉള്ളൂ. എന്നാൽ കർവി ആയിട്ടുള്ള എഡ്ജുകളായിട്ടുള്ള എലിപ്റ്റിക്കൽ മാർക്കിംഗ് ടൂള്, ലാസോ ടൂള് അങ്ങനെയുള്ള തരത്തിലും നമുക്ക് ആലിയാസ് ഉപയോഗപ്പെടുത്തേണ്ടി വരും. അപ്പോൾ നമ്മൾ ആൻറ്റി ആലിയാസ് ഓഫ് ചെയ്തുകൊണ്ടുള്ള ഒരു സെലക്ഷൻ ആദ്യം ശ്രദ്ധിക്കാം. ഇതിന് ഓഫ് ചെയ്തുകൊണ്ട് ഞാനിവിടെ ഒരു സെലക്ഷൻ നടത്തുകയാണ്. സെലക്ഷൻ നടത്തി അതിനുശേഷം അത് കോപ്പി എടുത്ത് ഒരു പുതിയ ഡോക്യുമെന്റ് സെലക്ട് ചെയ്തു, അവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി നമ്മളത് ഓഫ് ചെയ്തിട്ടുള്ള അവസ്ഥയാണ് ഇത് എന്ന് മനസ്സിലാക്കണം. ഇത് ഇവിടെ കാണുന്നത് ആൻറ്റി ആലിയാസ് ഓഫ് ചെയ്തിട്ടുള്ളതാണ്. ഇതിന്റെ എഡ്ജ് ശ്രദ്ധിക്കുക. ഇവിടെ കണ്ടോ, വളരെ ക്രിസ്പി ആയിട്ട് വളരെ ഷാർപ്പ് എഡ്ജസ് ആയിട്ടാണ് നമുക്കിവിടെ കാണുന്നത്. എന്നാൽ ഇത് തന്നെ ആൻറ്റി ആലിയാസ് ഓൺ ചെയ്തുകൊണ്ട് ആൻറ്റി ആലിയാസ് നമുക്കിവിടെ സെലക്ഷൻ ചെയ്ത് അതിനുശേഷം ആൻറ്റി ആലിയാസ് ഓൺ ചെയ്ത് അതേ സെലക്ഷൻ തന്നെ ഒരു സെലക്ട് ചെയ്തതിനു ശേഷം F3 പ്രസ് ചെയ്യുക. കോപ്പി എടുക്കാനാണ് F3 പ്രസ് ചെയ്യുന്നത്. അതിനുശേഷം പേസ്റ്റ് ചെയ്തു. ഇവിടെ നോക്കുക, ഇനി ഇതിന്റെ എഡ്ജ് നോക്കാം. ഇത് രണ്ടെണ്ണത്തിന്റെ എഡ്ജ് നമുക്കിവിടെ നോക്കാം. ഇവിടെ താഴത്ത് നോക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇതിന്റെ എഡ്ജിനേക്കാൾ, ഈ കാണുന്ന അതിനേക്കാൾ എഡ്ജിനേക്കാൾ ഷാർപ്പിനേക്കാൾ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു എഡ്ജിങ് ആണ് നമുക്കിതിലൂടെ ലഭിക്കുന്നത്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു എഡ്ജിങ് ആണ് ഇവിടെ കിട്ടുന്നത്. ഇതാണ് എന്താ പറയുക, ആൻറ്റി ആലിയാസ്.